അതെ, നീ ബാസിന്ന് വിളിച്ചേ. ലൗഡ് സ്പീക്കർ ആക്കാം. എടാ നീ എവിടെ? ഞാൻ വീട്ടിലാടാ. വീട്ടിലാ? എടാ രാവിലെ പറഞ്ഞ കാര്യം എന്തായി? അത് നമുക്ക് ശരിയാക്കാൻ സമയമുണ്ടല്ലോ. എടാ എടാ സമയമൊന്നുമില്ല, ഞാൻ ഇവിടെ കൂട്ടി ഇറങ്ങി. അതിനെ പറ്റി എന്നാ ഓർത്തോ രാവിലെ സമ്മതിച്ച. എടാ അത് ഞാൻ ഇന്നലെ ഇച്ചിരി ഓവറായി പോയി. രാവിലെ നീ വിളിച്ച മറ്റേ താമസലം ശരിയാക്കണ കാര്യം പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഒന്നും കേട്ടില്ലടാ. അത് സാരില്ല, നീ കാര്യം പറ. ഇവളുടെ അപ്പ എല്ലാം അറിഞ്ഞു, രജിസ്റ്റർ ചെയ്ത കാര്യമൊക്കെ. അത് പുള്ളി എങ്ങനെ അറിഞ്ഞു? എടാ ഏതൊരു ബ്രോക്കർ ഉണ്ട്, അയാൾ ഇവളുടെ അപ്പന്റെ വീട്ടിൽ പോയി കാണും. പിന്നെ രജിസ്റ്റർ ഓഫീസിൽ ആരെങ്കിലൊക്കെ പറഞ്ഞു കാണും. എന്നാലും ഞാൻ ഇവളെ കൂട്ടി ഇറങ്ങി. അയ്യോ എടാ, അവിടെ കുഴപ്പമൊന്നുമില്ലല്ലേ? പൊന്നു ബാസി, ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഞാൻ വീട്ടിൽ കയറിയതുകൊണ്ടാണോ ഇവളെ ഇറങ്ങിയതുകൊണ്ടെന്ന് അറിയില്ല. ഇവളുടെ അപ്പൻ കമാന്ന് രക്ഷ വേണ്ടിയിട്ടില്ല. എന്തായാലും ഇവളെ എവിടെയെങ്കിലും കൊണ്ടുപോയി ആക്കണം. അത് കുഴപ്പമില്ലടാ, നമുക്ക് മരിയയിൽ റൂം എടുക്കാം. ബാസി അതല്ല, ഏതെങ്കിലും വിമൻസ് ഹോസ്റ്റലോ ഷൈനിയുടെ കല്യാണം കഴിയുന്നവരെ നിൽക്കേണ്ടതല്ലേ. നീ ഇപ്പൊ എവിടെത്തി? ഞങ്ങളിപ്പോ ഇറങ്ങിയതേ ഉള്ളൂ. നീ ഒരു കാര്യം ചെയ്യ്, നീ വെച്ചോ. നീ എത്തുമ്പോഴേക്കും ഞാൻ എവിടെയെങ്കിലും തപ്പട്ടെ. എടാ അവളോക്കെ അല്ലേ? അവള് കേൾക്കുന്നുണ്ട്. ലീന, ഒരു പ്രശ്നമില്ല കേട്ടോ. നിങ്ങൾ എത്തുമ്പോഴേക്കും ഞാൻ സെറ്റാക്കാം. നമ്മളൊക്കെ എവിടെയില്ലേ? ഡോണ്ട് വറി കേട്ടോ. എടാ നീയേ പെട്ടെന്ന് ശരിയാക്ക്, വിളിക്ക്. ശരി ശരി ശരി, ഞാൻ വിളിക്കാം. എടാ ഒരു സീനും കേട്ടോ, നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളാ പുള്ളിക്കരുത്തി. പൈസയുടെ കാര്യം അതൊക്കെ ഞാൻ പറഞ്ഞത്. നീ ഇതിനോടത്താ, ഞാൻ ബാഗ് എടുത്തിട്ട് വരാം. നിനക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയൊന്നുമില്ലല്ലോ? എന്താ കൂടെ നിൽക്കൂ? ഞാൻ ചോദിച്ചിട്ട് വരാം. ഇങ്ങനെ അതെ, ഇന്നത്തെ കോട്ട കയറുന്നു. ഒരു ദിവസം ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങി വരാൻ പറ്റും. ലിന ബാഗ് അപ്പം വിളിച്ചു നോക്കിയേ. ഫോൺ സ്വിച്ച് ഓഫാ. മോളെ കയറി പോന്നോളൂ കേട്ടോ. പോട്ടെ. മുകളിലാണ് റൂം, അവിടെ ആളുണ്ടേ. എന്താ? ഞാൻ പോട്ടെ ഭാര്യ, പോയിട്ട് വീട് കണ്ടുപിടിക്കട്ടെ. ആയിക്കോട്ടെ ഭർത്താവേ. എനിക്കൊരു മധുരം. പോയേ. ശരി ബൈ.